മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PM സലമാണ് നമ്മോടൊപ്പം ചേരുന്നത്. സലമക്ക, അപ്പോൾ വലിയൊരു ഭൂരിപക്ഷം നേടി ഇനിയിപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്നു, അല്പസമയം മാത്രമാണ് ശേഷിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് പറയുള്ളത്? ഏറെ സന്തോഷമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിൽ ഞങ്ങൾ ജനങ്ങളോട് എന്നും കൃതജ്ഞതയുള്ളവരായിരിക്കും. വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും മുമ്പിലുള്ളത്. കാലിയായ ഖജനാവും ഒരുപാട് വെല്ലുവിളികളുമായിട്ടാണ് അധികാരത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനും ജനജീവിതം ആശ്വാസകരമാക്കാനുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നണി മുന്നോട്ട് പോകും. 5-ലേറെ മന്ത്രിസ്ഥാനത്തിന് അർഹത ഉണ്ടായിരുന്നില്ലേ ലീഗിന്? അല്ല, അതൊക്കെ UDF ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എണ്ണത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടോ തർക്കിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇതിൽ തന്നെ മന്ത്രിമാരുടെ പേരുകളൊക്കെ കോഴിക്കോടൊന്നും കാസർഗോഡൊന്നും പരിഗണിച്ചതിനാണ് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു കാണുന്നുണ്ട്. ശരിയാണ്, കേരളത്തിൽ 14 ജില്ലകളുണ്ട്. 14 മന്ത്രിമാർ മുസ്ലിം ലീഗിന് ഇല്ലല്ലോ. അപ്പം അതുകൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും പരമാവധി പ്രാതിനിധ്യം കൊടുക്കണമെന്ന് തന്നെയാണ് പാർട്ടിയുടെ ആഗ്രഹം. സാഹചര്യങ്ങളും മറ്റ് ചുറ്റുപാടുകളൊക്കെ പഠിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ സാധിക്കാതെ പോകാറുണ്ട്. അതൊക്കെ മുസ്ലിം ലീഗിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒക്കെ ചെയ്യും. വ്യവസ്ഥ ഉണ്ടോ? പാറക്കൽ അബ്ദുള്ളക്ക് അവസരം കിട്ടുമോ? അല്ല, അത് ഇന്നലെ പ്രഖ്യാപിച്ചല്ലോ. ആരെയാവും മാറ്റുക? അത് തീരുമാനിച്ചില്ല. എന്താവും മാനദണ്ഡം അതിൻ്റെ? അല്ല, അത് 2.5 കൊല്ലം കഴിഞ്ഞാൽ പാറക്കൽ അബ്ദുള്ള സാഹിബിന് അക്കോമഡേഷൻ കൊടുക്കും മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാരെയാണ് മാറ്റി കൊടുക്കുക എന്നത് ആ സമയത്ത് പ്രഖ്യാപിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മന്ത്രിമാരെ പെർഫോമൻസ് ഘടകമാകുമോ ഇതിനൊക്കെ? അതും നോക്കും. ഇതിന് പുറമെ മറ്റ് സ്ഥാനങ്ങളൊക്കെ ചർച്ച തുടങ്ങിയോ UDF-ൽ? വേറെന്ത് ചാർജ്? ഓപ്പറേഷനുകളും സമയമുണ്ടല്ലോ, ഞങ്ങളെ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തോട്ടെ, ഉടനെ കിട്ടും. എന്നാലും പാർട്ടിയിലെ ഈ മന്ത്രിസ്ഥാനം കോഴിക്കോട് കിട്ടാത്തതിനെ കുറിച്ചുള്ള ചെറിയ പ്രതിഷേധങ്ങൾ വരുന്നതൊക്കെ പരിഹരിക്കാനാവുന്നില്ല. അത് ചെറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ തീരും. എന്നാണെങ്കിലും പാറക്കൽ അബ്ദുള്ള അദ്ദേഹം 2.5 വർഷത്തിന് ശേഷം മന്ത്രിയാകും. അതിന് പാർക്ക് പകരമാവുന്നപ്പോൾ പറയാനാകില്ല. മന്ത്രിമാരുടെ പെർഫോമൻസ് എല്ലാം തന്നെ ഇതിന് ഘടകമാകുന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ കോഴിക്കോട്ടെ പ്രതിഷേധങ്ങൾ ഇതുകൊണ്ട് ശാന്തമാക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ലീഗിനുള്ളത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.